അതേപോലെ രാവിലെ വെള്ളത്തിൽ കാല് വെക്കുന്നവർ, ചുടുവെള്ളത്തിൽ കാല് വെക്കുന്നവർ, ചൂട് പിടിക്കുന്നവർ, ഇഷ്ടികയിൽ കാല് വെക്കുന്നവർ, അങ്ങനെ സർജറി കഴിഞ്ഞവർ വരെ ഈ ഉപ്പുറ്റി വേദന റിലേറ്റഡ് ആയിട്ട് പലരും ഉണ്ടായിരിക്കും. പക്ഷേ ചില ആളുകൾ ഈ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അത് ശരിയായ രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല. ചില ആളുകൾക്ക് അവരുടെ എക്സ്പീരിയൻസ് സ്വാഭാവികമായിട്ടും പറയും, അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ചൂട് പിടിച്ചപ്പോൾ മാറി, നിങ്ങളൊന്ന് ചൂട് പിടിച്ച് നോക്കി എന്നുള്ള രൂപത്തിൽ നമ്മൾ ഫ്രണ്ട്സ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യും. നമ്മൾ ചൂട് പിടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെയിനും അധികമായിട്ട് പോകും. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. പൊതുവായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഉപ്പുറ്റി വേദന എന്ന് പറയുന്നത്. ഈ ഉപ്പുറ്റി വേദന എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല അനുഭവങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ ഇതേ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. പല വീഡിയോസുകൾ കണ്ടിട്ട് പല ട്രീറ്റ്മെൻറ്റ് എടുത്തവരുണ്ട്. അതേപോലെ രാവിലെ വെള്ളത്തിൽ കാല് വെക്കുന്നവർ, ചുടുവെള്ളത്തിൽ കാല് വെക്കുന്നവർ, ചൂട് പിടിക്കുന്നവർ, ഇഷ്ടികയിൽ കാല് വെക്കുന്നവർ, അങ്ങനെ സർജറി കഴിഞ്ഞവർ വരെ ഈ ഉപ്പുറ്റി വേദന റിലേറ്റഡ് ആയിട്ട് പലരും ഉണ്ടായിരിക്കും. പക്ഷേ ചില ആളുകൾ ഈ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അത് ശരിയായ രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല. ചില ആളുകൾക്ക് അവരുടെ എക്സ്പീരിയൻസ് സ്വാഭാവികമായിട്ടും പറയും, അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ചൂട് പിടിച്ചപ്പോൾ മാറി, നിങ്ങളൊന്ന് ചൂട് പിടിച്ച് നോക്കി എന്നുള്ള രൂപത്തിൽ നമ്മൾ ഫ്രണ്ട്സ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യും. നമ്മൾ ചൂട് പിടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെയിനും അധികമായിട്ട് പോകും, പെയിൻ അധികമാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉപ്പുറ്റി വേദന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. പല വ്യത്യസ്ത രീതിയിലുണ്ട് ഈ ഉപ്പുറ്റി വേദന. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾ ഒരു സജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ചെയ്ത് നോക്കി, ബാമ് തേച്ച് നോക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ചൂട് പിടിച്ച് നോക്കി എന്നുള്ള രീതിയിലൊരു സജഷൻ പറഞ്ഞത് കൊണ്ട് അത് ചെയ്തത് കൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അത് മാറണമെന്നില്ല. ചില കേസ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക, അത് അധികമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എന്താണ് ഈ ഉപ്പുറ്റി വേദനയ്ക്ക് കാരണം എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. എന്തൊക്കെ കാരണങ്ങളുണ്ട്, എനിക്ക് അപ്പോൾ എന്താണ് ഈ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് പരീക്ഷിക്കാനെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമേ പറയുകയാണ്, നമുക്ക് ഉപ്പുറ്റി വേദന എന്ന് പറയുമ്പോൾ എന്തായാലും അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശം സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സെൽഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതൽ വഷളാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വേദന ഉണ്ടാക്കാൻ ഒരു റീസൺ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു സെഷനിൽ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉപ്പുറ്റി വേദന, എങ്ങനെയൊക്കെയാണ് വേദന ഉണ്ടാകുന്നത്, ഏതൊക്കെ തരത്തിൽ വേദനയുണ്ട്, അതിന് റീസൺ എന്താണ്, ഇനി എന്തെങ്കിലും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് സെക്ഷനുണ്ടോ, എന്തെങ്കിലും ഒറ്റമൂലികളായിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ മെഡിസിൻസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സെഷനാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഉപ്പുറ്റി വേദന എന്ന് പറയുമ്പോൾ ആദ്യം ചില ആൾക്ക് മൈൻഡിൽ വരിക, നമുക്ക് രാവിലെ ഉറങ്ങി എണീറ്റ് കാല് നിലത്ത് വെക്കാൻ കഴിയില്ല. നമ്മുടെ മടമ്പിൻ്റെ ഉപ്പുറ്റിയുടെ ഒരു ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് സിവിയർ പെയിനായിരിക്കും, ഭയങ്കര പെയിനായിരിക്കും. പേഷ്യൻസ് അങ്ങനെ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യല്, ഭയങ്കര പെയിനാണ് ഡോക്ടറെ എന്ന് പറയല്. പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർ നടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റത്തെ ഒരു ഫ്യൂ സ്റ്റെപ്സ് എന്താണ് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്, നല്ല പെയിനാണ്, ഭയങ്കര വേദനയാണ്. പക്ഷെ കുറച്ചൊക്കെ നടന്ന് ഒന്നെടുത്ത് ബാത്റൂമിലൊക്കെ എത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ അനങ്ങിയിട്ട് തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്തു, ആ വേദന അങ്ങനെ കുറഞ്ഞു പോകും. പിന്നെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പിന്നീട് എന്തെങ്കിലും ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കിടന്ന് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചെയറിൽ ഇങ്ങനെ കാല് പൊന്തിച്ച് ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റിലെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീടൊന്ന് മൂവ് ചെയ്യുമ്പോൾ അതേ പ്രശ്നം വീണ്ടും തുടങ്ങുക. ഇങ്ങനെ ചില ആളുകൾക്ക് നമുക്ക് കാണാൻ കഴിയും. ചില കേസുകളിൽ നടക്കുമ്പോൾ എന്ത് ചെയ്യും, വേദന കൂടും. റെസ്റ്റിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വേദനയില്ല, പക്ഷെ നടന്നു കഴിഞ്ഞാൽ വേദന കൂടും. എത്രത്തോളം നടത്തം കൂടുന്നു അത്രത്തോളം വേദന കൂടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഡിഫറെൻറ്റ് മോഡിൽ എന്ത് ചെയ്യണം, വേദന പല ആളുകൾക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ചൂട് പിടിച്ചാലോ അല്ലെങ്കിൽ ഇഷ്ടികമോ കാല് വെച്ചാലോ ചെരുപ്പിടാൻ നടന്നാലോ ഒന്നും ചെയ്യില്ല, പെട്ടെന്ന് മാറണം എന്നില്ല. ചിലത് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, അധികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് റീസൺ എന്താണെന്ന് നോക്കണം. ഇതിന് ആദ്യം മറ്റും മനസ്സിലാക്കേണ്ട റീസൺസിൽ ഒന്ന് നമുക്കറിയാം, ആ ഭാഗത്തുള്ള കാൽക്കേനിയസ് എന്നുള്ള പറയുന്നൊരു ബോണുണ്ട്. അതിന് ചെറിയൊരു ഓവർ ഗ്രോത്ത് എന്ത് ചെയ്യും ഉണ്ടാകും. അമിതമായിട്ട്
എല്ല് വളർച്ച ക്ലിനിക്കലിൽ പറയും, നോർമൽ ഭാഷയിൽ പറയുന്നത് അമിതമായിട്ട് പേഷ്യൻസിനോട് പറയും അമിതമായിട്ട് നിങ്ങളെ ചെറിയൊരു എല്ല് ചെറുതായിട്ടൊന്നും ഇങ്ങനെ വളരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയൊരു ലെയർ ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ട് ഫേഷ്യ. അപ്പോൾ അതിമെന്ത് ചെയ്യുന്നുണ്ട്, അമിതമായിട്ട് വളരുന്ന ആ ഒരു എല്ലാ വളർച്ച എന്ത് ചെയ്യും, ഈ ലെയറും കൊണ്ടിട്ട് ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാക്കും, ഒരു പ്രഷർ ഉണ്ടാക്കും അല്ലേ. ആ പ്രഷർ ഉണ്ടാക്കുമ്പോൾ അവിടെ ചെറിയൊരു ഇൻഫ്ലമേഷന്, അവിടെ മറ്റ് ഇൻഫ്ലമേറ്ററി സൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ചെറിയ നീർക്കെട്ട് വരും, നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും. അവർക്ക് എപ്പോഴും കൂടുതലായിട്ട് നടക്കുമ്പോഴൊക്കെ നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും. അത് നമുക്ക് എക്സ്റേ എടുത്താൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഒരു വളർച്ച എന്നുള്ളത്. അങ്ങനത്തെ കേസുകൾ നിർബന്ധമായിട്ട് നമ്മൾ സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ ചെറിയ തെറാപ്പികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് വീണ്ടും സിവിയാരിറ്റി കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഓർത്തോപെഡിക്സ് ഡോക്ടറെ കണ്ടിട്ട് ഒരു സർജറി, ചെറിയൊരു മൈനർ സർജറി ചെയ്താൽ അമിതമായിട്ടുള്ള ആ എല്ലിൻ്റെ ഗ്രോത്ത് കാരണമാണ് പെയിൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള റീസൺ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഹീലാവുന്നേ ഉള്ളൂ, പെട്ടെന്ന് മാറുന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു വിഭാഗമുണ്ട്, ചില കേസുകൾ നമുക്ക് വേദന വരാനുള്ള റീസൺ എന്ന് പറയും യൂറിക് ആസിഡിൻ്റെ കേസുകളുണ്ട്. യൂറിക് ആസിഡ് മെറ്റബോളിക് ഡിസോർഡർ, നമുക്കൊക്കെ പരിചയമുള്ളൊരു വേർഡാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന, ഇപ്പോൾ യൂറിക് ആസിഡിൻ്റെ പ്രസൻസിൽ കാരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അമിതമായിട്ടുള്ള പ്രസൻസ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ ഈ പറഞ്ഞ വലിയ ജോയിൻറ്റുകളിൽ, കാൽമുട്ട് ജോയിൻറ്റുകളിലൊക്കെ എന്ത് ചെയ്യും, യൂറിക് ആസിഡിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ ഈ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താറുണ്ട്, യൂറിക് ആസിഡ് ഇഷ്യൂസ് ഉള്ളവർക്കും ഈ ഉപ്പുറ്റിയുടെ വേദന ഉണ്ടാകാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉണ്ടാകും, അത് എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന സമയത്തും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഇതേപോലെ ഉപ്പുറ്റിക്ക് വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോറിലേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഇത് യൂറിക് ആസിഡ് കൊണ്ട് വന്നതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട്സ് അവിടെ നിർബന്ധമായിട്ട് നമുക്ക് വേണം. അപ്പോൾ യൂറിക് ആസിഡ് ഉള്ളവർ നിർബന്ധമായിട്ട് ചിന്തിക്കുക വേണം, എനിക്കിങ്ങനെ ഉണ്ടോ ഇല്ല വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ യൂറിക് ആസിഡ് കാരണമായിട്ട് എന്ത് ചെയ്യും, ഈ വേദന ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ് സംഭവിച്ചാലും സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് ചെറിയൊരു നീർക്കെട്ടുണ്ടായിരിക്കും, ചെറിയൊരു തടിപ്പോ കാര്യങ്ങളുണ്ടായിരിക്കും, നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു 2 ദിവസം എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാലൊന്ന് വെച്ച് എവിടെയെങ്കിലും ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആ ഭാഗത്ത് വന്ന് വീഴുക, എന്തെങ്കിലും ചെറിയ രൂപത്തിൽ ഫ്രാക്ചറൊക്കെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ സിവിയർ പെയിൻ ഉണ്ടായിരിക്കും, നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയും റീസൺ ഉണ്ട്. പിന്നെ ഇതിനൊരു റീസണായിട്ട് പറയുന്നത് മറ്റൊരു കാര്യമാണ് റുമാറ്റിസത്തിൻ്റെ പ്രശ്നം. ആമവാദത്തിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ഉണ്ടായിരിക്കും. അവർക്ക് ഇതിൻ്റെ കൂടെ നല്ല പനി ഉണ്ടായിരിക്കും, ചില സമയത്ത് ഒരു ഓൺ ആൻഡ് ഓഫ് നേച്ചർ പനി, ഭയങ്കര ക്ഷീണം. പിന്നെ അതുപോലെ മറ്റു ജോയിൻറ്റുകളിൽ നല്ല കൈകാലുകളിൽ വേദന, മസ്കുലാർ പെയിന്, കൈയും കാലും എപ്പോഴും വേദന, നല്ല ക്ഷീണത്തിലിരിക്കുക, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അവർക്കും ഈ പറയുന്ന പോലെ ഉപ്പുറ്റി വേദന എന്നുള്ള ഒരു സംഗതി അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദന അവർക്ക് കാണാറുണ്ട്. പിന്നെ നമ്മളിതിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറയുന്നത്. അതായത് ഈ നമ്മുടെ കാൽപാദത്തിൻ്റെ ഈ ഉപ്പുറ്റിയുടെ താഴ്ഭാഗത്ത് കൂടെ ഒരു ആർച്ച് ഉണ്ടല്ലോ, കാലിനൊരു ആർച്ചുണ്ട്, ആ ഭാഗത്ത് കൂടെ എന്താ പറയുന്നത് ഒരു ഫേഷ്യ പോകുന്ന ഒരു പാട, ഒരു നേർത്തൊരു ആവരണം കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഒരു പ്രൊട്ടക്ഷനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ആവരണത്തിന് ചെറിയൊരു ഡാമേജ് വരാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വരിക. ആ ഇൻഫ്ലമേഷൻ വരുമ്പോൾ സിവിയറായിട്ട് പെയിനും ഉണ്ടാകും, നടക്കാൻ പ്രയാസം ഉണ്ടാകും. അത് 2 കാലിനും ഉണ്ടാകണമെന്നില്ല. ഈ പറഞ്ഞ കേസുകളൊന്നും 2 കാലിനും ഉണ്ടാകണമെന്നൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ സിംഗിളായിരിക്കും, ചിലപ്പോൾ 2 കാലിലും ഉണ്ടാകാം. അപ്പോൾ പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു നേർത്ത ആവരണം, ആ ഒരു പാട പോലെയുള്ള സ്ട്രക്ചറിന് ചെറിയൊരു ഇൻഫ്ലമേഷൻ, അവിടെ ചെറിയൊരു നീർക്കെട്ട് പോലെയൊക്കെ വരുമ്പോൾ നല്ല സിവിയർ പെയിനഡ് ആയിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ എന്തായിരിക്കും, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും, നല്ല വേദന ഉണ്ടായിരിക്കും, ഭയങ്കര വേദന ആയിരിക്കും. പിന്നീട് കുറച്ചങ്ങോട്ട് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് ഇങ്ങനെ വരാനുള്ള റീസൺ എന്താണ്, ഇതിന് ഒരു പ്ലാന്റാർ ഫേഷ്യാറ്റിസ് ഒക്കെ വരാനുള്ള റീസൺസ് പറയുമ്പോൾ അതിന് ഒരുപാട് ചില സജഷൻസ് നമ്മൾ സ്റ്റഡീസുകൾ കാണാൻ കഴിയും. ഒന്ന്, ഒബസിറ്റി, അമിത വണ്ണം കാരണം എന്ത് ചെയ്യും, നമ്മുടെ ഫുട്ടിന് കൂടുതൽ പ്രഷർ വരും, അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ബോഡി വെയ്റ്റ് നമ്മുടെ ഈ ഫുട്ടിന് വരുമ്പോൾ അവിടെ ഒരു സ്വാഭാവികമായിട്ടും ഒരു പ്രഷർ അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഫേഷ്യക്ക് ചെറിയൊരു ഡാമേജ് വരും, ഇൻഫ്ലമേഷൻ വരും, നല്ല പെയിൻ വരും. ഒന്ന് അത്. 2 നമ്മൾ പറയുന്നത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക, കൂടുതൽ നിൽക്കുക, അല്ലെങ്കിൽ കൂടുതൽ റണ്ണിങ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ജമ്പിങ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യുന്നവർ അവർക്കും എന്ത് ചെയ്യും,
ഇങ്ങനെയുള്ള വേദന അല്ലെങ്കിൽ ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നുള്ള ഫേഷ്യ ആവരണത്തിന് ചെറിയൊരു കേടുപാടുകൾ വരും, നല്ല സിവിയർ പെയിന് വരും. അങ്ങനെയുള്ളവർക്കും ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതാണ് നമ്മൾ ക്ലിനിക്കിൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ശരിയായ രീതിയിൽ പൊസിഷനിൽ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കർവ്, നമ്മുടെ കാലിൻ്റെ അടിയിൽ ഒരു പ്രത്യേക ഒരു ഷേപ്പുണ്ട്, ഒരു കർവേച്ചർ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് എന്താണ്, ഈ കർവേച്ചറിന് സപ്പോർട്ടഡ് ആയിട്ടുള്ള, അതിന് കുറച്ചും കൂടി ബലമുള്ള സപ്പോർട്ട് കൊടുക്കുന്ന